സംഷാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. സംഷാദ്, വളരെ പ്രതീക്ഷയോടെ തീർച്ചയായും അവിടുത്തെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ 2 മണി സമയത്ത് അവിടുത്തെ ഹാബിർ ഷാ, അജയൻ തുടങ്ങിയവരൊക്കെയായി സംസാരിച്ചു, ഇതുപോലെ തത്സമയം സംസാരിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ ഇപ്പോഴും പറയുന്ന ഈ സാധനങ്ങൾ എത്തിക്കാനുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ, ആളുകൾക്ക് വേണ്ട സാധനങ്ങൾ ഇല്ലായ്മ, പണം അത്യാവശ്യം കിട്ടാത്ത, അങ്ങനെ ഒരുപാട് സങ്കടങ്ങളൊക്കെ പറഞ്ഞു. അതിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ ഈ സർക്കാർ പറഞ്ഞിരിക്കുന്ന ഈ കണക്ക്, അത് സംഷാദിന് അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി അറിയുന്നതാണ്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എങ്ങനെ മനസ്സിലാക്കുന്നു? എത്രമാത്രം പണം ആവശ്യമായി വരും ഈ ജീവിതങ്ങളിലെ തിരികെ പിടിക്കാൻ? തീർച്ചയായും ഇപ്പോൾ 2200 കോടിയുടെ കണക്കാണ്, നഷ്ടമാണ് പറഞ്ഞത്. അത് ഒരു പഠനത്തിൻ്റെ ഭാഗമായുള്ള കണക്കായിരിക്കും എന്ന് വിശ്വസിക്കും. ഞാനത് കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ ആദ്യം കേന്ദ്ര സംഘം വയനാട്ടിൽ വന്ന സമയത്ത് ഒരു പ്രാഥമികമായി നമ്മളൊരു കണക്ക് വളരെ പെട്ടെന്ന്, അധികം ദിവസമാവാത്ത മുന്നേ തന്നെ വളരെ പെട്ടെന്ന് നമ്മളൊരു കണക്ക് നഷ്ടത്തിൻ്റെ എടുത്തപ്പോൾ തന്നെ നമ്മൾ അവരോട് പറഞ്ഞതാണ് 2000 കോടി രൂപ മിനിമം നമുക്ക് നഷ്ടമുണ്ട്. അത് വിവിധ മേഖലകളിലാണ്. വീട്, സ്ഥലം, കെട്ടിടങ്ങൾ, വാഹനങ്ങൾ, കൃഷിഭൂമി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് 2000 കോടി രൂപയുടെ മേൽ നഷ്ടമുണ്ട് എന്ന് കേന്ദ്രത്തിൽ വന്ന ഉന്നത സംഘത്തോട് നമുക്ക് പറയുകയുണ്ടായി. ഏകദേശം അതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കണക്ക് എന്ന് പറയുന്നത്. ഇത്രയും തുക എങ്കിലും ആയാൽ തന്നെയാണ് നമുക്ക് മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല പ്രദേശത്ത് ഒരു പുനരുദ്ധാരണം പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. ഇതിൽ മാർഷൽ അവതരിപ്പിച്ച കണക്കിൽ തന്നെ വാഹനങ്ങൾ പറയുകയുണ്ടായി, കൃഷിഭൂമി പറയുകയുണ്ടായി, ആളുകളുടെ കെട്ടിടങ്ങൾ, ഇതെല്ലാം അവിടെ ഒരു യാഥാർത്ഥ്യമാണ്. ഇതിൽ കൂടുതൽ ഉണ്ടാവുക ആണ് സാധ്യതയുള്ളൂ. കാരണം ഇതിൽ കുറയാൻ ഒരു സാധ്യതയും ഇല്ല അവിടെ. കാരണം നമ്മൾ കാണുന്ന അത്രയും പ്രദേശത്തെ ഒരു നഷ്ടമെന്ന് പറയുന്നത് കേവലം വീടുകൾ ഒലിച്ചുപോയി എന്നുള്ളതൊരു വീട്ടിലേക്കുള്ള ഒരു നഷ്ടമായിട്ടല്ല. ആ വീടുകൾ പോയതിനോടൊപ്പം തന്നെ അവർ നന്നായി അത്യാവശ്യം കൃഷി ചെയ്യുന്ന ആളുകളാണ്. കൃഷിഭൂമിയുണ്ട്. ഇനി നമ്മൾ കാണാതെ പോയ ഈ രണ്ടാമത് വന്ന കേന്ദ്ര സംഘത്തിന് മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ കാണാതെ പോയ ചില നഷ്ടങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് പല കർഷകരും അവരുടെ ഈ പ്രൊഡക്റ്റുകൾ, അതായത് ഏലമാണെങ്കിലും കാപ്പിയാണെങ്കിലും ഒക്കെ അവർ പറിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു, വില കൂടുന്ന സമയത്ത് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഒലിച്ചുപോയി. അങ്ങനെ ഒരു കർഷകൻ, നമുക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു കർഷകന് മാത്രം 22 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ നഷ്ടം എന്ന് പറയുന്നത്. ആ 22 ലക്ഷം രൂപ എന്ന് പറയുന്നത് കഴിഞ്ഞ 5-6 കൊല്ലമായി ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് ഓരോ തോട്ടങ്ങളിൽ നിന്ന് പറിച്ച് കാപ്പി എടുത്തു വെച്ചതാണ്, വില കൂടി വിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയൊരു നഷ്ടം നമ്മളങ്ങനെ പ്രാഥമികമായി ചിലപ്പോൾ അത് നമ്മൾ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. അതേപോലെ നമ്മൾ ഈ ഷോപ്പുകളുടെ നഷ്ടം പറയാറുണ്ട്, കടകളിൽ. അപ്പോൾ കടകളിൽ 2 തരത്തിലുള്ള നഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ഷോപ്പിൻ്റെ കെട്ടിടത്തിൻ്റെ ഉടമയുടെ നഷ്ടമാണ് ഒന്നാമത്. 2 ആ കെട്ടിടം വാടകയ്ക്കെടുക്കുന്ന ആളുടെ നഷ്ടം. അപ്പോൾ 2 തരത്തിലാണ് അവിടെ നമുക്ക് നഷ്ടം കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ചുകൂടിയും തുക കൂടും. അപ്പോൾ ഈ ഒരു തുക അതെല്ലാം കൺസിഡർ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഇനി ഈ തുക നമുക്ക് എവിടെ നിന്ന് ലഭിക്കുമെന്നുള്ളതും അതിൻ്റെ പ്ലാൻ നമുക്ക് വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ ഈ പദ്ധതി നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എല്ലാവരും പറയുന്നത് പണം പുനരധിവാസത്തിനൊരു പ്രയാസകരമാവുന്ന കാര്യമാവില്ല എന്നാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പറയുന്നത്. പ്രധാനമന്ത്രി തന്നെ വയനാട്ടിൽ വന്ന് പറഞ്ഞത് പണം ഒരു പ്രശ്നമേ ആവില്ല എന്നുള്ളത്. അതൊരു പ്രതീക്ഷയാണ്. പക്ഷെ അതെ പ്രതീക്ഷയാണ്. ഇപ്പോൾ ഈ കണക്കെടുത്ത് നോക്കിയാൽ വീടുകളുടെ നിർമ്മാണം 120 കോടി, പുനരധിവാസ ഭൂമി കണ്ടെത്തൽ 120 കോടി, ദുരിത മേഖലയിലെ റോഡ് നിർമ്മാണം 250 കോടി. ഇപ്പോൾ അതെനിക്കൊരു സംശയം. കാരണം ഈ ദുരിത മേഖലയിലെ റോഡ് നമുക്ക് ആ സ്ഥലത്ത് ഇനി അങ്ങനെ ഒരു സംഷാദിനും അറിയാവുന്നതാണല്ലോ, പഴയ പോലെ ഒരു ജനവാസ രൂപത്തിലേക്ക് ആ സ്ഥലത്ത് പോകാൻ കഴിയില്ല. അവിടെ പല ഭാഗവും സുരക്ഷിതമല്ലാത്ത സ്ഥിതിയൊക്കെ ഉണ്ട്. അപ്പോൾ 250 കോടി രൂപ ദുരിത മേഖലയിലെ റോഡ് നിർമ്മാണത്തിനാണ് വകവെച്ചിരിക്കുന്നത്. വൈദ്യുതി, കുടിവെള്ള സംവിധാനം ഒരുക്കൽ 250 കോടി. അപ്പോൾ ആ കണക്കുകൾ എന്തോ എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു ഇതാണ് നമ്മൾ. കാരണം ആ സ്ഥലത്തിന് ഇതൊന്നും സാധ്യമല്ല. മറ്റൊരു ഇടത്ത് ഒരു ടൗൺഷിപ്പ് മാതൃകയിൽ ഇവരെ മാറ്റുക എന്നതാണല്ലോ സർക്കാർ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ എന്തോ ഒരു പൊരുത്തക്കേടുണ്ടോ സംസ്ഥാന കണക്കുകളിൽ? എന്ത് തോന്നുന്നു? അതിൽ നമ്മൾ ഈ കണക്കുകൾ ഞാൻ പറഞ്ഞത് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൽ അത്ര ഡീറ്റെയിൽ ആയി പോകാത്തത്. അപ്പോൾ അവിടെ റോഡിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ചൂരൽമല കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള പ്രദേശം, അതായത് മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ഈ പ്രദേശത്തുള്ള ആളുകളെ നമ്മൾ സ്വാഭാവികമായി അവിടെ നിന്ന് മാറ്റാനാണ്, ടൗൺഷിപ്പിലേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ ആ റോഡിൻ്റെ ഒരു ആവശ്യകതയുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും.
അതിനോടൊപ്പം തന്നെ സ്കൂൾ റോഡ്, അതായത് നമ്മളുടെ വെള്ളാർമല സ്കൂളിനോട് ചേർന്നുള്ള റോഡ്, ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി എടുത്ത റോഡ്, ആ റോഡിന് ഒരു വശം താമസയോഗ്യമാണ്. അപ്പോൾ അത് ജോൺ മത്തായി ഒരു റിപ്പോർട്ട്, പഠന റിപ്പോർട്ട് നടത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല. ആ റിപ്പോർട്ട് കൂടി വന്നാലാണ് ആ പ്രദേശത്ത് എവിടെയൊക്കെയാണ് ഇനി താമസയോഗ്യമായ സ്ഥലം എന്നുള്ളത് കണ്ടെത്താൻ പറ്റുള്ളൂ. ആ ഒരു സ്ഥലത്തേക്ക് മാത്രം നമ്മളൊരു കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയാവും. കാരണം മറ്റുള്ള സ്ഥലങ്ങൾ ആവശ്യമില്ലെങ്കിലാണ്. അപ്പോൾ ആ സ്ഥലം ജോൺ മത്തായിയിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ആ സ്ഥലങ്ങളിൽ നമുക്ക് റോഡുകൾ ഉണ്ടാക്കണം, വൈദ്യുതി ഉണ്ടാക്കണം. റോഡുകളിൽ കുറച്ച് പ്രശ്നമുണ്ട്. ഇപ്പോൾ പടവെട്ടിക്കുന്നിലേക്ക് പോകുന്ന റോഡ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ തുക വേണ്ടി വരുന്ന റോഡായി മാറും. കാരണം അത് റോഡ് കംപ്ലീറ്റ്ലി പുഴയെടുത്തു പോയി. ഇനി അതിന് അത്രയും ദൂരത്തിൽ, അത്രയും ഉയരത്തിൽ അതിനെ കെട്ടിയെടുത്ത് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമുണ്ടാകും. അപ്പോൾ കണക്ക് ചിലപ്പോൾ കൂടുതലായിരിക്കാം. ഇനി കൂടുതൽ തുക ചോദിച്ചാൽ എന്തെങ്കിലും കിട്ടുമെന്നുള്ള ധാരണയിലും കണക്കിനെ നമുക്ക് അങ്ങനെയും കണക്കാക്കി. ഇത് തന്നെ നമുക്ക് അനുവദിക്കപ്പെടണമെന്നില്ല. അപ്പോൾ ഒരു പ്രാഥമികമായി നടത്തിയതിൽ നമ്മൾ ഈ കണക്ക് പറഞ്ഞിരുന്നു. കൃഷിഭൂമിയുടെ കാര്യത്തിൽ 2 രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഭൂമിയുടെ നഷ്ടം ഒന്നാണ്, 2 ആ ഭൂമിയിലുണ്ടായ വിളയുടെ നഷ്ടമുണ്ട്. ഏലം ചെയ്ത ആളുകളാണ് അപ്പോൾ ഏലത്തിൻ്റെ നഷ്ടം കാൽക്കുലേറ്റ് ചെയ്യണം, ആ ഭൂമിയുടെ നഷ്ടം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 2 രീതിയിലാണ് എല്ലാ നഷ്ടത്തെയും എടുക്കേണ്ടത്. അപ്പോൾ റോഡുകളുടെ കാര്യത്തിൽ കുറച്ച് ഇപ്പോൾ വില്ലേജ് റോഡൊക്കെ ഉണ്ട്. 1-2 റോഡുകൾ എന്തായാലും നന്നാക്കിയെടുത്ത് അവർ ബെയിലി പാലം താൽക്കാലികമാണ്, ആ പാലത്തെ റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. പിന്നെ അവിടുന്ന് മുണ്ടക്കൈയിലേക്ക് ഇനി ആളുകൾക്ക് താമസിക്കാൻ യോഗ്യമല്ലെങ്കിലും അവിടെ കൃഷിഭൂമി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ ആ റോഡും ഇതിൻ്റെ കൺസിഡറേഷനായിട്ട് എടുത്തിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഈ തുക നമുക്ക് അനുവദിക്കപ്പെടുകയും അത് സമയബന്ധിതമായി ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇത് പൂർത്തിയാക്കുന്നത് വരെയുള്ള ഒരു സമയമുണ്ട്. ആ സമയത്തെ അതിജീവിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വാക്കാൽ പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പക്ഷെ നമുക്ക് ഇതുവരെ ഈ പണം കേന്ദ്രം തരാമെന്ന് പറയുന്നു, കേരളവും തരാമെന്ന് പറയുന്നു. അപ്പോൾ എത്ര, എങ്ങനെ, ഏത് മേഖലയ്ക്ക് എന്നുള്ളതിൽ ഒരു ധാരണയും ഒരു മാസമായി നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു കൃത്യമായ ധാരണ ഉണ്ടാക്കുകയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. ശരിയാണ്. ഇപ്പോൾ ഇത്രയും വിശദമായ ഒരു രൂപരേഖ തയ്യാറായിരിക്കും, സ്വാഭാവികമായിട്ട് അത് കേന്ദ്രത്തിന് സമർപ്പിക്കും. അപ്പോൾ കേന്ദ്രവും അത് വിലയിരുത്തിയ ശേഷം, അവരുടേതായ വിലയിരുത്തലിന് ശേഷമാകും ഈ പണം അനുവദിക്കുക. അത് കുറച്ച് നീണ്ട പ്രോസസ്സ് തന്നെയായിരിക്കും. നമ്മളിപ്പോൾ എത്ര വേഗത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ സമയം എടുക്കും. പക്ഷേ അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ഇന്നലെ നമ്മളോട് സംസാരിച്ച ജാബിർ ഷാ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം അവർ നമ്മളെ തേടി വരരുതല്ലോ, നമ്മൾ അങ്ങോട്ട് തേടി ചെന്നവർക്ക് സഹായങ്ങൾ എത്തിക്കണം എന്നാണ്. അപ്പോൾ ആ ചെറുപ്പക്കാർ പറഞ്ഞു അവരിങ്ങനെ അവരുടേതായ പറ്റുന്ന രീതിയിലൊക്കെ സാധന സാമഗ്രികളൊക്കെ ഓരോ വീടുകളിലേക്കുമൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 1-2 പേർ മാത്രം അവശേഷിക്കുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഈ പണം 10,000 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എത്തിയിട്ടില്ല എന്ന പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സാധനങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യം, ഇത് അങ്ങോട്ടേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എത്തി, ഇനി അങ്ങോട്ട് അയക്കരുത് എന്നൊരു പ്രചാരണം വന്നതോടുകൂടി സാധനങ്ങൾ വരവ് നിലച്ചു, വേണ്ടത്ര സാധനങ്ങളില്ലാത്തൊരു അവസ്ഥയുണ്ടായെന്നൊക്കെയാണ്. അത് നിങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു നേതൃത്വത്തിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഈ ദുരന്തത്തിനിരയായവർക്കൊക്കെ അവർക്ക് ആവശ്യം വീടുകളിലേക്ക്, അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൃത്യമായി എത്തിക്കാനുള്ള ഒരു ശ്രമങ്ങളുണ്ടോ? അത് തീർച്ചയായും നമ്മൾ ഈ വാടക കെട്ടിടങ്ങളിലേക്ക് മാറുന്ന ആളുകൾക്ക് ജില്ലാ ഭരണകൂടവും മന്ത്രിതല സമിതിയും എല്ലാവരും കൊടുത്ത ചില ഉറപ്പുകളുണ്ട്. ആ ഉറപ്പിൽ ഒന്ന്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഫർണിച്ചറും കാര്യങ്ങളും നിങ്ങൾ വാടക വീട്ടിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. 6,000 രൂപ വെച്ച് എല്ലാ മാസവും 5-ാം തീയതിക്കകത്ത് നിങ്ങൾക്ക് തുക ലഭിക്കും. നിങ്ങൾക്കുള്ള ഭക്ഷ്യ കിറ്റ് എല്ലാ മാസവും കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അത് ഉറപ്പ് വരുത്തുക എന്ന് പറയുന്നത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിൽ എല്ലാവരും ഈ നിലവിൽ നമ്മൾ വാടക വീടുകളിലേക്കുള്ളൊരു മാറ്റം പൂർത്തിയായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എല്ലാവരും വാടക വീട്ടിലേക്ക്, അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ടുണ്ട്. കാരണം ചില വീടുകളുടെ അവസ്ഥയുടെ പ്രശ്നം ഉണ്ടാകാം. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു 750ഓളം കുടുംബത്തെ പെട്ടെന്ന് നമ്മൾ മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസമുണ്ട്. അതിനൊന്നും ഒരു കടുംപിടുത്തൊന്നും സാധ്യമല്ലോ ഇത്തരം അല്ലേ? ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ കുറച്ചൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനും കൂടെ തയ്യാറാവുക. നമ്മളും ഉൾക്കൊള്ളുന്നു. ഇപ്പം നമ്മൾ മത്സരിച്ച സ്ഥലത്ത് വീടുകൾ കണ്ടെത്താൻ നമ്മൾ തന്നെയാണ് അവിടുത്തെ ആളുകളോടൊപ്പം ചേർന്ന് നമ്മൾ 45 വീടുകൾ എൻ്റെ മുട്ടിൽ പഞ്ചായത്ത് ഡിവിഷനിൽ നമ്മൾ കണ്ടെത്തി. അങ്ങനെ ഓരോരുത്തരും സ്വമേധയാ കണ്ടെത്തി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ നമ്മൾ ഇവർക്കുണ്ടാവുന്ന
ചില പ്രശ്നങ്ങൾ നമ്മളൊരു ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഒന്ന്, ഈ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവരെല്ലാം വാടക വീട്ടിലേക്ക് മാറി. ഇപ്പോൾ പല സ്ഥലത്താണ് അവരുള്ളത്. അവർക്ക് കയ്യിൽ പൈസയില്ല. അപ്പോൾ നമ്മൾ ആശ്വാസധനം കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അത് 10,000 രൂപ വെച്ച് കൊടുത്തു. അത് 800ഓളം ആളുകൾക്ക് കൊടുത്തു. പക്ഷേ ഒരു 100-400 ആളുകൾ അതിൽ പുറത്തായി. ആ പുറത്തായതിൽ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ജീവൻ നഷ്ടപ്പെട്ട കുടുംബത്തിലുള്ള ആളുകൾ പോലും ഉണ്ട് എന്നുള്ളതാണ്. അതൊരു ഖേദകരമായ കാര്യമാണ്. ആ ഒരു വീഴ്ച സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അത് നമ്മൾ കൃത്യമായി അത് കൊടുക്കണമായിരുന്നു. കാരണം അവരുടെ കയ്യിൽ ഒരു പണവും ഇല്ലാത്തത് കൊണ്ടാണ്. ഈ പണത്തിൻ്റെ പേര് തന്നെ താങ്കൾ ശ്രദ്ധിച്ചറിയാം, ആശ്വാസധനം എന്നാണ്. ഒരാശ്വാസത്തിന് കൊടുക്കുന്ന ധനമാണ്. അതൊരു 30 ദിവസമായിട്ടും അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മളുടെ വീഴ്ച തന്നെയാണ്. അതാരും ഇനി ആ വീഴ്ച ഇല്ല എന്നും അത് ഒറ്റപ്പെട്ട സംഭവമാണെന്നൊക്കെ ചിലർ പറയുന്നുണ്ടായി. അത് ഒറ്റപ്പെട്ട സംഭവം. ഞാനൊരു ഉദാഹരണം പറയാം. താങ്കളും കേട്ട് കാണും ചിലപ്പോൾ വോയിസ്. നീതു എന്ന് പറയുന്ന ഒരു നേഴ്സിൻ്റെ വോയിസ് കേട്ടിട്ടുണ്ടാവും. രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് അല്ലേ? ആ കുടുംബത്തിൽ നീതു ഇന്നില്ല. ആ കുടുംബത്തിന് ഇതുവരെ ആ 10,000 രൂപ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതവർ നമ്മളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാനത് കൃത്യമായി പറഞ്ഞത്. അത്തരം ആളുകൾ ഈ പ്രയാസത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് 10,000 രൂപ കൊടുക്കാനുള്ള സാങ്കേതികത്വമല്ല ഇവിടെ പറയേണ്ടത്, അത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ക്യാമ്പിൽ വന്ന എല്ലാവർക്കും 10,000 രൂപ കൊടുക്കുമെങ്കിൽ ക്യാമ്പിൽ വന്നവർ, ബന്ധുവീട്ടുകളിലേക്ക് പോയവർ, ആശുപത്രിയിൽ നിന്ന് നേരെ വാടക വീട്ടിലേക്ക് മാറിയവർ, അങ്ങനെ 3 കാറ്റഗറി ഉണ്ട്. ഇവർക്കൊക്കെ 10,000 രൂപ കൊടുക്കുന്നത് പൂർത്തിയാക്കാൻ ഇനി സമയമെടുക്കുക എന്ന് പറയുന്നത് ഇവരോട് ചെയ്യുന്നൊരു വല്ലാത്ത പ്രതിസന്ധിയാണ്. അതിനോടൊപ്പമാണ് ഈ കിറ്റ്, നമ്മൾ ഭക്ഷ്യ കിറ്റ് അവർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ അവർ താമസിക്കുന്നത് അവർക്കൊരു പരിചയവുമില്ലാത്ത പ്രദേശത്താണ് അവർ വാടകയ്ക്ക് താമസിക്കുന്നത്. ഈ ആശ്വാസധനം കിട്ടാതിരിക്കുകയും ഈ ഭക്ഷ്യ കിറ്റ് കിട്ടാതിരിക്കുകയും ചെയ്താൽ ഇവരെവിടെ നിന്നാണ് ഇവരുടെ ആഹാര സാധനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഇവർക്കൊരു പരിചയവുമില്ല. അപ്പോൾ ഇന്നലെ പടിഞ്ഞാറത്തറയിലേക്ക് ഒരു കുടുംബം പെട്ടെന്ന് വാടക വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു, ഇവിടെ ഒരു കുടുംബം വന്നിട്ടുണ്ട്, അവരുടെ കയ്യിൽ ഒന്നുമില്ല, എന്താ ചെയ്യേണ്ടത്? പക്ഷേ നമ്മളവിടെ പഞ്ചായത്ത് പ്രസിഡന്റോട് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹം വ്യക്തിപരമായി സഹായിച്ചു. ഭക്ഷണങ്ങൾ, പദാർത്ഥങ്ങൾ, സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തു. പക്ഷേ അതല്ലല്ലോ ഈ സിസ്റ്റം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ഭരണകൂടം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് പ്രോപ്പറായി സമയബന്ധിതമായി ചെയ്യുകയും അതിനെല്ലാവരും, അത് പഞ്ചായത്ത് മെമ്പർ മുതൽ ഇവിടെയുള്ള എല്ലാ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒരു ടീമായി നിൽക്കേണ്ട സമയമാണ്. നിന്നുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യണം. വീഴ്ചകൾ വരുന്നുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതാണ് നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ കഴിയുന്നത്. ആ വീഴ്ചകൾ ഒറ്റപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കപ്പെട്ടാലുള്ള പ്രശ്നം, ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും ജീവൻ രക്ഷപ്പെട്ട് പുറത്തു വന്ന ആളുകളാണ് എന്നുള്ളത് എല്ലാവരും ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. അപ്പോൾ നമുക്കത് ആ രീതിയിലല്ല പോകേണ്ടത്. വീഴ്ചകളുണ്ടെങ്കിൽ തിരുത്തി തന്നെ പോകണം. ഇവരുടെ ധനം കൊടുക്കണം. ഭക്ഷ്യക്കിറ്റ് പ്രോപ്പറായി ഇവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. ഫർണിച്ചറും മറ്റും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചാനലിലും വന്നിട്ടുണ്ടാവും, നൂറുദ്ദീൻ പറഞ്ഞതുപോലെ ആളുകൾക്ക് കിടക്കാൻ സൗകര്യമില്ലാത്ത പ്രയാസം അനുഭവിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രയാസം, ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന പഞ്ചായത്തിന് തൊട്ടപ്പുറത്ത് സുരേഷ് ഏട്ടനുണ്ട്. സുരേഷ് ഏട്ടൻ്റെ കുടുംബത്തിൽ ആൾ നഷ്ടപ്പെട്ടതാണ്. അവിടെ ഒരു കട്ടിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ആൾക്ക് പരാതിയില്ല. ആൾ മാനസികമായി അതിനേക്കാൾ വലിയ നഷ്ടം സഹിച്ചുകൊണ്ട് ആൾക്ക് പരാതിയില്ല. പക്ഷെ അത് അദ്ദേഹത്തിന് പരാതിയില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ കൊടുക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ, അവർക്ക് അത്രയും പ്രിയപ്പെട്ടവരോ അല്ലെ ഉറ്റവരൊക്കെ നഷ്ടപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ടവർ ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അതിനൊന്നും പരാതിപ്പെട്ട് ഇനി ഇത് കിട്ടിയിട്ട് എന്ത് എന്ന് മാനസികാവസ്ഥയിലുള്ള ആളുകളുണ്ടാവും. അതാണ് പറഞ്ഞത്. അങ്ങനെ കരുതുമ്പോഴും അവരെ തേടി ചെന്നവർക്ക് സഹായങ്ങൾ കൊടുക്കാൻ. ഇപ്പം എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ അന്ന് അവിടെ വന്നപ്പോഴൊക്കെ നമ്മൾ മന്ത്രി കെ രാജനും ഒക്കെ ആയി സംസാരിക്കുക, അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളൊക്കെ കാണുകയും അപ്പോൾ അന്നൊക്കെ സത്യത്തിൽ വളരെ ആത്മവിശ്വാസവും പ്രതീക്ഷയും പകരുന്ന ഒരു പ്രവർത്തനം തന്നെയായിരുന്നു ഞാൻ അന്ന് മനസ്സിലാക്കുന്നത്. കാരണം എല്ലാം കൃത്യമായി നൽകും, വേണ്ട പ്രവർത്തനങ്ങളൊക്കെ വേഗത്തിൽ ഏകോപിപ്പിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ ഈ പണം എത്തിക്കുന്നതിൽ ഈ കാലതാമസം വന്നു, വേണ്ടത്ര സാധനങ്ങൾ എത്തിക്കുന്നതിൽ കാലതാമസം, അത് ദയവായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ട ഉചിതമായ നടപടികൾ എത്രയും വേഗം ഉണ്ടാകട്ടെ. ഒരു കാര്യം കൂടി സംശയം, നമ്മളന്ന് പുത്തുമലയിൽ, ഓർമ്മയുണ്ടോ എന്നറിയില്ല, പുത്തുമലയിൽ ആ സംസ്കാര ദിവസങ്ങളിൽ ഒരു ദിവസം നമ്മൾ കണ്ടാണ്. അവിടെ വെച്ച് സംസാരിച്ചപ്പോൾ സംശാദ് പറഞ്ഞു ഒരു വാക്യം എൻ്റെ മനസ്സിലുള്ളത്, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കബറിടം അല്ലെങ്കിൽ അല്ലേ ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലമായി ഇത് മാറും. കാരണം പല മതത്തിലുള്ളവർ അല്ലേ അവർക്ക് അവരുടേതായ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റുന്ന നിലയിൽ ഒരു മനോഹരമെന്ന വാക്യാൻ ആലങ്കാരികമായി ഉപയോഗിച്ചാണ് അങ്ങനെ ഒരു സ്ഥലമായി ഇത് മാറുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ DNA പരിശോധന പലരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവിടെ അങ്ങനെ എന്തെങ്കിലും അടുത്ത ഘട്ടത്തിലേക്ക് ആ സംസ്കാരം സംരക്ഷിക്കുന്ന കാര്യങ്ങൾ അവിടെ അവർക്ക് ബന്ധുക്കൾക്ക് വേണ്ട രീതിയിൽ എന്തെങ്കിലും കവർ ഒരുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവരുടെ ഒരു ബന്ധുക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായും. നമ്മൾ അന്ന് പറഞ്ഞതാണ്, ഒരു പൊതു ശ്മശാനങ്ങൾ നമ്മുടെ പല പഞ്ചായത്തുകളിലൊക്കെ ഉണ്ട്.
പക്ഷേ ഈ മേപ്പാടിയിൽ നമ്മൾ പുത്തുമലയിൽ ഉണ്ടാക്കിയ പൊതുശ്മശാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, സാധാരണ പൊതുശ്മശാനത്തിൽ മൺകൂനകളെ ഉണ്ടാവുള്ളൂ. ഇവിടെ മൺകൂനകൾ മാത്രമല്ല ഉണ്ടാവും, ആ കൂനയുടെ തൊട്ടടുത്ത് മുസ്ലിം വിശ്വാസികളുടെ മീസാങ്കല്ലുണ്ടാകും, കത്തിത്തീർന്ന മെഴുകുതിരി ഉണ്ടാകും, അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ നിലവിളക്കും ഉണ്ടാവും. അങ്ങനെ ഒരു പൊതുശ്മശാനമാണ് നമ്മളുടെ ഇപ്പോൾ ഉള്ളത്. അവിടെ നമ്മൾ അതിന് ചുറ്റും അത് ഏത് രീതിയിലാണോ ഇപ്പോൾ നമ്മൾ മതിലെല്ലാം വെച്ചു, അതെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾക്ക് DNA പരിശോധന പൂർത്തിയായാൽ, അവരുടെ ഉറ്റവരെ കണ്ടെത്തിയാൽ അവർക്ക് അവരുടെ മതത്തിൻ്റെ ആചാരപ്രകാരം അവിടെ വന്ന് കൃത്യമായി പ്രാർത്ഥനകൾ നടത്താനും അവരെങ്ങനെയാണോ അവരുടെ മതാചാരപ്രകാരം സംസ്കാരം നടത്തിയാൽ ചെയ്യേണ്ടത് എങ്ങനെയാണോ അതൊക്കെ അവർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും അവിടെയുണ്ട്. പിന്നെ നമുക്കുള്ളൊരു പ്രായോഗിക ബുദ്ധിമുട്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. നമ്മൾ ശരീരഭാഗങ്ങൾ ഓരോ അവയവങ്ങൾ ഓരോ കുഴികളിലാണ് നമ്മൾ വെച്ചത്, ഓരോ നമ്പറും നമ്മൾ കൊടുത്തിരുന്നു. പക്ഷേ ചിലപ്പോൾ ഒരാളുടെ ശരീരഭാഗം 3 കുഴികളിലൊക്കെ ആയിട്ടുണ്ട്. അത് DNA പരിശോധന പൂർത്തിയായപ്പോഴാണ് നമുക്കത് വിവരം കിട്ടുന്നത്. അത്തരം ആളുകൾക്ക് പ്രയാസമുണ്ടെന്നുള്ളത് ഞങ്ങൾക്കും അറിയാം. ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ പ്രയാസമുണ്ട് അക്കാര്യത്തിൽ എന്നുള്ളത്. അതവർക്ക് അവിടെ നിന്ന് കലക്ടറുമായി സംസാരിച്ച് അതിലൊരു ക്രമീകരണം ഉണ്ടാക്കാം. അവർക്കതെല്ലാം ഒരേ സ്ഥലത്തേക്ക് തന്നെ ചെയ്യുന്ന അതൊരു ബുദ്ധിമുട്ട് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ. 3 സ്ഥലത്ത് ഇതിൻ്റെ എല്ലാം പ്രശ്നം മനുഷ്യൻ്റെ ഏറ്റവും വലിയ അടയാളം പേരും അവൻ്റെ നാടുമാണ്. ഇത് ഞങ്ങളുടെ ആളുകളുടെ പ്രയാസം N98 C98 എന്ന് പറയുന്നതാണ് ഇനി ഞങ്ങൾക്ക് ബാക്കിയുള്ള അടയാളം എന്ന് പറയുന്നത്. ആ അടയാളങ്ങൾ മാറുകയും ആ പേരുകൾ അവിടെ വരികയും ചെയ്യും. ഇപ്പോൾ ആളുകൾ അവിടെ വരുന്നുണ്ട്, അവരുടെ കുടുംബത്തെ തിരിച്ചറിഞ്ഞവരുണ്ട്. അവർക്ക് ആ രീതിയിൽ എന്ത് ക്രമീകരണം വേണമെങ്കിൽ നമ്മളവിടെ ചെയ്യും. ആ ഒരു പൊതു ഇടം എന്ന് പറയുന്നത് അവർക്ക് പ്രാർത്ഥന നടത്താനുള്ളൊരു ഇടം അവർക്ക് അവിടെ ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ മതിലിൻ്റെ പണി പൂർത്തീകരിച്ചു, വഴിയുടെ സൗകര്യമുണ്ട്, ബാക്കി എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അവർക്കുണ്ടാവും. ഞങ്ങളിൽ നിന്ന് പോയ ആളുകളെ മുഴുവൻ ഞങ്ങൾക്ക് പോയി കാണാനുള്ളൊരു ഇടമായി ഞങ്ങളുടെ ആ പൊതു ഇടത്തെ ഞങ്ങളത് മാറ്റും. അതിൻ്റെ ഒരു പ്ലാനും കൂടെ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അതും ഇതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ ചെയ്യും. ശരി, അപ്പോൾ താൽക്കാലിക പുനരധിവാസം എന്നത് ചെറിയ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അല്ലേ, മറ്റിടങ്ങളിലേക്ക് ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ മാറ്റി സ്ഥാപിക്കുന്നതിലൊക്കെ ഏറെക്കുറെ വിജയകരമായി തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആശ്വാസധനം, ആ ആശ്വാസം എത്തുന്നതിലെ വൈകൽ, അവർക്ക് വേണ്ട വീട്ടുകളിലേക്കുള്ള സാധന സാമഗ്രികൾ പലയിടത്തും എത്തുന്നില്ല എന്ന പരാതികളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായും ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് എല്ലാവരും ഏകോപിപ്പിച്ച് ഇനി അങ്ങനെ ഒരു അവരെ കൊണ്ട് പരാതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ, അതിന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നായി പോട്ടെ. വളരെ നന്ദി ശ്രീ സംഷാദ് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു.